ഞാൻ ജനിച്ചു വളർന്നെല്ലാം മുണ്ടക്കി തന്നെയാണ്. നിങ്ങളുടെ കൺമുന്നിലൂടെ ഉണ്ടായ ഒരു സ്ഥലമാണ് പെട്ടെന്ന്. അതെ അതെ, കൺമുന്നിൽ ജനിച്ചു വളർന്ന സ്ഥലമാണ്. പക്ഷേങ്കിൽ ഒരു നിമിഷം നേരം കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ഇല്ലാതായി പോയത്. കാരണം ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയാണ് താമസിച്ചിരുന്നത്. രാത്രി ഒരു മണിയാകുന്ന സമയത്താണ് എനിക്ക് ഒരു ഭീകരമായി സൗണ്ട് എനിക്ക് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ, എൻ്റെ ചെറിയ മോനും എൻ്റെ വൈഫിൻ്റെ അച്ഛനമ്മയും മാത്രം. അപ്പം ഞാൻ ഈ സൗണ്ട് കേട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും നല്ല മഴയും രണ്ട് സൈഡ് കൂടിയും കംപ്ലീറ്റ് കുത്തൊലിച്ച് വെള്ളമാണ് വരുന്നത്. അപ്പം ആ നിമിഷം ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എതിർ സൈഡിലേക്ക് എടുത്ത് ചാടി. ഞാൻ അപ്പോഴത്തേക്കും വൈഫിനെയും മോനെയും വിളിച്ച് അച്ഛനെ അമ്മനെയും എടുത്തോ ചാടിക്കോ പുറത്ത് ചാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് ചാടി നോക്കുകയാണ്. കാരണം അപ്പുറത്തൊരു പാലുണ്ട്, ആ പാലം കാരണം അപ്പുറത്തേക്ക് കടക്കാം. അപ്പം ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ആ സൈഡിൽ കൂടെയാണ് കംപ്ലീറ്റ് മരം വെള്ളം കുത്തിയൊലിച്ച് വരുന്നത്. പിന്നെ എനിക്ക് രക്ഷയില്ല, ജീവൻ പോയി തന്നെ കണക്കൂട്ടി. അങ്ങനെ തിരിച്ച് ഇപ്പുറത്ത് വന്നതിന് ശേഷം അച്ഛനമ്മയും മോനും കൂടി എല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട്. വാതിലൊന്നും അടയ്ക്കൊന്നുമില്ല. അങ്ങനെ ഇപ്പുറത്ത് കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഇപ്പുറത്ത് കുത്തിയൊലിച്ച് വെള്ളം വരാം. അപ്പം മോനും ഞാനും ഉള്ളതുകൊണ്ട് കാവയെ അടക്കാൻ വേണ്ടി രക്ഷയില്ല. അങ്ങനെ അച്ഛനും അമ്മേനെയും എടുത്ത് അപ്പുറത്തേക്ക് ചാടി, മോനെ അപ്പുറത്ത് ചാടി. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലെത്തി, മുണ്ടക്കി ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടെ കുറച്ച് വെള്ളം കുറവുണ്ട്. ബസ് സ്റ്റോപ്പിലെത്തുമ്പോഴൊക്കെയാണ് ഈ പാലത്തിൻ്റെ അവിടെ നിന്നൊരു നിലവിളി കേൾക്കുന്നത്, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ. അപ്പോൾ ഞാൻ അച്ഛനും അമ്മേനെ അവിടെ നിർത്തിയിട്ട് ഞാൻ സ്കൂളിലോട്ട് കൂടെ ഓടിച്ചെന്ന് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും എൻ്റെ കാലങ്ങ് പൂന്തി വെള്ളത്തിനടുത്തായി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ശരിയല്ല. പിന്നെ ഞാനും എല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ ഒന്ന് അടിയുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വലിയ പൊട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ നേരെ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് അച്ഛനെയും അമ്മേനെയും വൈഫിനെയും മോനെയും കൂട്ടി ഒരേ ഓട്ടമായിരുന്നു ചൂരൽമല വരെ. 6 ആൾ പോയി. അതിൽ ആ പൊട്ടലിൽ പോയത് എൻ്റെ അമ്മ, എൻ്റെ ഏട്ടൻ്റെ മോള്, അനിയൻ്റെ 2 മക്കള്, വീടുകൾ മൊത്തം പോയി. ആരും ബാക്കിയില്ല. അതിൽ ബോഡി കിട്ടിയത് എൻ്റെ ഏട്ടനെയും അനിയനെയും ഏടത്തിയമ്മനെയും മാത്രമേ കിട്ടിയത്. ഇനി ഇവരെ മക്കളെയും എൻ്റെ അമ്മേനെയും എനിക്ക് കിട്ടാനുണ്ട്. ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് കയറിപ്പോരായിരുന്നു. ധൈര്യത്തിൻ്റെ ഒരു പുറത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചൂരമല എത്തുന്ന സമയത്ത് നമ്മൾ ഒരു കൂട്ടുകാരിൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി പോകുമ്പോഴത്തേക്കാണ് 3ാമത്തെ പൊട്ട് പൊട്ടുന്നത്. ഈ 3ാമത്തെ പൊട്ടുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇത്രയും ഭീകരമായിട്ട് ഇവിടെ എത്തുന്നില്ലേ. അപ്പൊ അവിടെ നിന്ന് ഞാൻ അച്ഛനെ അമ്മനെയും കൊണ്ട് നേരെ തീരക്കാട്ടിന് ഉള്ളിൽ കൂടെ ഓടുകയായിരുന്നു, വലിച്ചെടുത്തിട്ട് ഓടുകയായിരുന്നു അച്ഛനെ അമ്മനെയും അവനും കൂടി. പിന്നെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മേലെ ഒരു ബംഗ്ലാവ് ഉണ്ട് തേയിലത്തോട്ടത്തിൻ്റെ. ആ ബംഗ്ലാവ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എത്തുന്ന വരെ ഞാൻ അമ്മേനെയും അച്ഛനെയും, വൈഫിൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ മോനും വൈഫും ഞങ്ങൾ ആ രാത്രി തേയിലക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ എവിടെ എത്തിപ്പെട്ടെന്നല്ല വലിച്ച് കീറിയെടുത്ത് ഞങ്ങൾ ആ ബംഗ്ലാവിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ശ്വാസം വീണത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെളുത്ത് നോക്കുന്ന സമയത്ത് തൊട്ട് മുന്നിൽ വരെ വെള്ളം വന്ന് ചൂരമല അമ്പലം കംപ്ലീറ്റ്, പാലങ്ങൾ കംപ്ലീറ്റ് പോയി. വിജയേട്ടൻ പറഞ്ഞത് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്നാണ് എന്നോട് ഇന്നലെ പറഞ്ഞത്. കാരണം ഞാനും വിചാരിച്ചത് ഒരു ദിവസം കൂടി ഒന്ന് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കുറച്ചും കൂടി ഒന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഉറക്കം വരുന്ന സമയത്ത് കണ്ണിൻ്റെ മുന്നിൽ സ്വന്തം രക്തങ്ങളല്ലേ പോയത്. പിന്നെ എൻ്റെ അമ്മ, അവരെ ബോഡിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെ ഉറങ്ങാൻ പറ്റും, എന്ത് ചെയ്യും? അതിൽ എൻ്റെ അനിയൻ്റെ ഒരു മോന് ബാക്കി, ഏട്ടൻ്റെ ഒരു മോനാ ബാക്കി. അവർ 2 ആൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാ. അവരെ ഭാവി എന്തായിരിക്കും, ബാക്കി അവരെന്ത് ചെയ്യും? തിരിച്ചു പോകാൻ അവിടെ ഒന്നുമില്ല. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലല്ലേ തിരിച്ചു പോക്ക് നടക്കൂ. ഒന്നുമില്ല.